ആ നമസ്കാരം. ഇന്നത്തെ കാലത്ത് കുട്ടികളിലെ കാഴ്ചക്കുറവ്, അതായത് മയോപ്പിയ, വളരെ സാധാരണമായി കൊണ്ടിരിക്കുകയാണല്ലേ? അതെ, അത് ശരിയാണ്. ലോകത്തിലെ പകുതിയോളം പേർക്ക് ഭാവിയിൽ ഈ പ്രശ്നം വരാമെന്നാണ് ചില കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഇതൊരു ചെറിയ കാര്യമല്ല. വെറും കണ്ണടയുടെ പവർ കൂടുക എന്നതിനപ്പുറം റെറ്റിനൽ ഡിറ്റാച്ച്മെന്റ്, ഗ്ലൂക്കോമ പോലുള്ള കുറച്ച് ഗൗരവമുള്ള പ്രശ്നങ്ങളിലേക്ക് ഇത് നയിച്ചേക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ സൈസ് എന്ന കമ്പനിയുടെ മയോകെയർ എന്നൊരു പുതിയ ലെൻസ് ടെക്നോളജിയെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. ഈ വിവരങ്ങൾ ഞങ്ങൾക്ക് ലഭിച്ചത് ഒരു വിദഗ്ധ ഒപ്റ്റോമെട്രിസ്റ്റായ രാകേഷ് പൗളിൽ നിന്നാണ്. അതുപോലെ ഓർക്കേണ്ട ഒരു കാര്യം, ഇത് ഒരു വൈദ്യോപദേശമായി കണക്കാക്കരുത്. കണ്ണിന് എന്ത് പ്രശ്നമുണ്ടെങ്കിലും തീർച്ചയായും ഒരു ഡോക്ടറെ കാണണം. തീർച്ചയായും. അപ്പോൾ ഈ മയോപ്പിയ കൂടുന്നതിൽ സാധാരണ ലെൻസുകൾക്കുള്ള പങ്കെന്താണ്? അവ കാഴ്ച ശരിയാക്കുന്നുണ്ടല്ലോ? ശരിയാണ്. സാധാരണ ലെൻസുകൾ നമുക്ക് നടുവിലുള്ള കാഴ്ച, അതായത് സെൻട്രൽ വിഷൻ, അത് ക്ലിയർ ആക്കും. പക്ഷേ മയോപ്പിയ കൂടാനുള്ള പ്രധാന കാരണം, അതായത് കണ്ണിന്റെ നീളം കൂടുന്നത്, അതിനെ ഈ ലെൻസുകൾ തടയുന്നില്ല. ഓഹോ. ചില സാഹചര്യങ്ങളിൽ ഈ സാധാരണ ലെൻസുകൾ കണ്ണിന്റെ വശങ്ങളിലെ റെറ്റിനയുടെ പിന്നിലായിരിക്കും പ്രകാശം ഫോക്കസ് ചെയ്യുന്നത്. ഇതിനെ പെരിഫറൽ ഹൈപ്പറോപ്പിക് ഡീഫോക്കസ് എന്നു പറയും. അപ്പോ ഇത് കണ്ണിന് ഒരു തെറ്റായ സിഗ്നൽ കൊടുക്കും, ഇനിയും നീളം വെക്കണം എന്നൊരു സിഗ്നൽ. ഇത് മയോപ്പിയ കൂടാനൊരു കാരണമാകും. ആണോ? കേന്ദ്രത്തിലെ കാഴ്ച ശരിയാക്കുമ്പോൾ വശങ്ങളിൽ ഇങ്ങനെ ഒരു പ്രശ്നം വരുന്നു. അപ്പോ ഈ മയോകെയർ ലെൻസുകൾ എങ്ങനെയാണിത് പരിഹരിക്കുന്നത്? അതെ, അവിടെയാണ് മയോകെയർ വ്യത്യസ്തമാകുന്നത്. ഇതിൽ CARE ടെക്നോളജി, അതായത് സിലിണ്ട്രിക്കൽ ആനുലാർ റിഫ്രാക്റ്റീവ് എലമെന്റ്സ് ഉപയോഗിക്കുന്നു. CARE എന്താണത്? ലളിതമായി പറഞ്ഞാൽ, ലെൻസിന്റെ മുൻഭാഗത്ത് നമുക്ക് പെട്ടെന്ന് കാണാൻ പറ്റാത്ത ചില വളയങ്ങളുണ്ട്. ഒരുതരം പ്രകാശത്തിനുള്ള സ്പീഡ് ബമ്പ് പോലെ. സ്പീഡ് ബമ്പോ? ഓക്കെ. ഈ വളയങ്ങൾ കണ്ണിന്റെ വശങ്ങളിലെ റെറ്റിനയുടെ, അതായത് പെരിഫറൽ റെറ്റിനയുടെ മുൻപിൽ പ്രകാശം ഫോക്കസ് ചെയ്യിക്കും. ഇതിനാണ് മയോപിക് ഡീഫോക്കസ് എന്ന് പറയുന്നത്. ഇതാണ് കണ്ണിന് നീളം കൂടുന്നത് നിർത്താൻ സഹായിക്കുന്ന ഒരു സ്റ്റോപ്പ് സിഗ്നൽ. സാധാരണ ലെൻസ് കൊടുക്കുന്ന ഗ്രോ സിഗ്നലിനെ ഇത് തടയുന്നു. മനസ്സിലായി. അതായത് വശങ്ങളിലെ ഫോക്കസ് റെറ്റിനയുടെ മുന്നിലാക്കി നീളം കൂടുന്നത് നിർത്താൻ പറയുന്നു. കൊള്ളാം. പിന്നെ ഈ ക്ലിയർ ഫോക്കസ് ഡിസൈൻ എന്ന് കേട്ടല്ലോ, അത് ലെൻസിന്റെ പിൻഭാഗത്താണോ? അതെ, ക്ലിയർ ഫോക്കസ് ഡിസൈൻ ലെൻസിന്റെ പിൻഭാഗത്താണ്. കുട്ടി ഏത് ഭാഗത്തേക്ക് നോക്കിയാലും ആ നോട്ടം മാറുന്നതിനനുസരിച്ച് കാഴ്ച മങ്ങാതെ നല്ല ക്ലിയർ വിഷൻ കിട്ടണം. അതാണ് ഇതിന്റെ ലക്ഷ്യം. ഓക്കെ. അതോടൊപ്പം തന്നെ ആ പറഞ്ഞ സ്റ്റോപ്പ് സിഗ്നൽ എപ്പോഴും കൃത്യമായി പെരിഫറൽ റെറ്റിനയിൽ എത്തുന്നുണ്ടെന്നും ഇത് ഉറപ്പാക്കും. ഇത് കുട്ടികൾക്ക് ലെൻസ് ഉപയോഗിക്കുന്നത് വളരെ കംഫർട്ടബിൾ ആക്കും. ഇതെല്ലാ പ്രായത്തിലുള്ള കുട്ടികൾക്കും ഒരേ ഡിസൈനാണോ, അതോ വ്യത്യാസമുണ്ടോ? വ്യത്യാസമുണ്ട്. പ്രധാനമായും 2 ഡിസൈനുകളാണ്. കുട്ടിയുടെ പ്രായവും മയോപ്പിയ കൂടുന്നതിന്റെ വേഗതയും അനുസരിച്ചാണ് ഇത് തീരുമാനിക്കുന്നത്. എങ്ങനെയൊക്കെയാണത്? ഒന്ന്, മയോകെയർ. ഇത് സാധാരണയായി 10 വയസ്സിൽ താഴെയുള്ള പവർ കുറച്ചു വേഗത്തിൽ കൂടുന്ന കുട്ടികൾക്കാണ്. ഇതിൽ നടുക്കുള്ള ക്ലിയർ സോൺ കുറച്ച് ചെറുതായിരിക്കും, 7 mm. ആ സ്റ്റോപ്പ് സിഗ്നൽ കുറച്ച് ശക്തവുമായിരിക്കും. ഓക്കെ. രണ്ടാമത്തേതോ? രണ്ടാമത്തേത് മയോകെയർ S. ഇത് 10 വയസ്സിന് മുകളിലുള്ള പവർ അത്ര വേഗത്തിൽ കൂടാത്ത കുട്ടികൾക്ക്. ഇതിൽ ക്ലിയർ സോൺ കുറച്ചുകൂടി വലുതാണ്, 9 mm. സ്റ്റോപ്പ് സിഗ്നൽ കുറച്ചുകൂടി മൈൽഡായിരിക്കും. പക്ഷെ രണ്ടിലും കാഴ്ച വ്യക്തമായിരിക്കും, മയോപിയ കൺട്രോളും ഉണ്ടാകും. ടെക്നോളജിയൊക്കെ കേൾക്കുമ്പോൾ കൊള്ളാം. പക്ഷെ ഇതൊക്കെ ശരിക്കും ഫലപ്രദമാണോ? പഠനങ്ങളൊക്കെ എന്തു പറയുന്നു? തീർച്ചയായും പഠനങ്ങൾ നടന്നിട്ടുണ്ട്. ഏഷ്യൻ കുട്ടികളിലും കൊക്കേഷ്യൻ കുട്ടികളിലും നടത്തിയ പഠനങ്ങളിൽ നല്ല റിസൾട്ടാണ് കണ്ടത്. അങ്ങനെയോ? അതെ. സാധാരണ ലെൻസുകളുമായി താരതമ്യം ചെയ്യുമ്പോൾ മയോകെയർ ഉപയോഗിച്ച കുട്ടികളിൽ മയോപ്പിയയുടെ പവർ കൂടുന്നത് ഗണ്യമായി കുറഞ്ഞു. ഏഷ്യൻ കുട്ടികളിൽ 48% വരെയും കൊക്കേഷ്യൻ കുട്ടികളിൽ 63% വരെയും കുറവ്. ഓ, 63% വരെ. അതുപോലെ കണ്ണിന്റെ നീളം കൂടുന്നത്, അതാണല്ലോ പ്രധാന പ്രശ്നം, അതും കുറഞ്ഞു. ഏഷ്യക്കാരിൽ 41% വരെയും കൊക്കേഷ്യൻ കുട്ടികളിൽ 77% വരെയും. 77%? അത് വലിയൊരു വ്യത്യാസമാണല്ലോ. പിന്നെ ഈ EPR, എമ്മെട്രോപിക് പ്രോഗ്രഷൻ റേഷ്യോ എന്ന് കേട്ടു. അതെന്താണ് സംഭവം? EPR എന്നത് എങ്ങനെ പറയാ, ഒരു പുതിയ രീതിയാണ് ഫലമളക്കാൻ. അതായത്
കാഴ്ചയ്ക്ക് പ്രശ്നമില്ലാത്ത സാധാരണ കുട്ടികളുടെ കണ്ണു വളരുന്ന ഒരു നോർമൽ റേറ്റ് ഉണ്ടല്ലോ. ഉണ്ട്. മയോകെയർ ഉപയോഗിക്കുന്ന കുട്ടിയുടെ കണ്ണിന്റെ വളർച്ചാ നിരക്ക് ഈ നോർമൽ റേറ്റുമായി എത്രത്തോളം അടുത്തു എന്ന് കാണിക്കുന്ന ഒരു അളവാണ് EPR. ഓക്കെ. അപ്പോ അത് എത്രത്തോളം അടുത്തു? പഠനങ്ങൾ പറയുന്നത് മയോകെയർ ഉപയോഗിച്ച കുട്ടികളിൽ കണ്ണിന്റെ വളർച്ച 68% മുതൽ 86% വരെ നോർമൽ റേറ്റിനോട് അടുത്തു എന്നാണ്. അതായത് കണ്ണിന്റെ അമിതമായ വളർച്ചയെ ഇത് സാധാരണ നിലയിലേക്ക് കൊണ്ടുവരാൻ സഹായിക്കുന്നു. അത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. പിന്നെ ഇന്ത്യയിൽ നടന്ന ചില പഠനങ്ങളിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയൊരു കാര്യം കണ്ടു. മയോകെയർ ഉപയോഗിച്ച് ഏകദേശം 34% കുട്ടികളിൽ കണ്ണിന്റെ നീളം അല്പം കുറഞ്ഞതായി കണ്ടെത്തി. ആക്സിയൽ ലെങ്ത് റിവേഴ്സൽ എന്നു പറയും. നീളം കുറഞ്ഞെന്നോ? സാധാരണ ലെൻസിൽ അങ്ങനെയുണ്ടോ? ഇല്ല, സാധാരണ ലെൻസിൽ ഇത് വളരെ കുറവാണ്. ഒരു 5-6% കുട്ടികളിലേ ഇത് കാണാറുള്ളൂ. പക്ഷെ മയോകെയറിൽ 34%. അത്ഭുതം തന്നെ. ഇത്രയും ഗുണങ്ങളുണ്ട്. എന്നാലും ഇത് കുട്ടികൾക്ക് ഉപയോഗിക്കാൻ ബുദ്ധിമുട്ടാവുമോ? അവർക്ക് പെട്ടെന്ന് ഇതുമായി പൊരുത്തപ്പെടാൻ പറ്റുമോ? അതും പഠനവിഷയമാക്കിയിട്ടുണ്ട്. 95% കുട്ടികളും വെറും 3 ദിവസത്തിനുള്ളിൽ ഈ ലെൻസുമായി അഡ്ജസ്റ്റായി എന്നാണ് കണ്ടത്. വെറും 3 ദിവസം? അതെ. അതുപോലെ 90% കുട്ടികൾക്കും ദൂരെയും അടുത്തും നല്ല ക്ലിയർ കാഴ്ച കിട്ടി. പിന്നെ മയോപിയ പെട്ടെന്ന് കൂടാൻ സാധ്യതയുണ്ടായിരുന്ന കുട്ടികളുടെ എണ്ണം, അതായത് ഹൈ പ്രോഗ്രസസ്, അത് 51% നിന്ന് ഏകദേശം 14-17% കുറഞ്ഞു. കൊള്ളാം. ഇതെല്ലാം നല്ല കാര്യങ്ങൾ. എന്നാലും ഇതിനെന്തെങ്കിലും പരിമിതികളോ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളോ ഉണ്ടാവില്ലേ? ഉണ്ടാവാം, തീർച്ചയായും. കുറച്ചു കാര്യങ്ങളുണ്ട്. ഒന്ന്, എല്ലാ പവറുകളിലും ഇത് ലഭ്യമാണോ, അതിന്റെ കൃത്യമായ റേഞ്ച് എത്രയാണ് എന്നതിനെക്കുറിച്ചുള്ള പൂർണ്ണ വിവരം പൊതുവായി ലഭ്യമല്ല. ഒപ്റ്റോമെട്രീഷ്യനുകൾക്ക് അതറിയാൻ പറ്റും. ശരി. 2, ലോങ് ടേം ഡേറ്റ, അതായത് ഒരുപാട് കാലത്തെ ഉപയോഗത്തെക്കുറിച്ചുള്ള പഠനങ്ങൾ താരതമ്യേന കുറവാണ്. ഇപ്പൊ പബ്ലിഷ് ചെയ്തതൊക്കെ ഒരു 2 വർഷത്തെ പഠനങ്ങളാണ്. അപ്പോ ലെൻസ് നിർത്തിയാൽ എന്ത് സംഭവിക്കുന്നില്ല? അതെ, ആ റീബൗണ്ട് എഫക്റ്റ് എന്ന് പറയുന്നതിനെക്കുറിച്ച് കൂടുതൽ വ്യക്തത വരാനുണ്ട്. പിന്നെ ഫ്രെയിം ഫിറ്റിംഗ് വളരെ പ്രധാനമാണ്. കണ്ണട ലൂസായിരുന്നാൽ ലെൻസ് അതിന്റെ സ്ഥാനത്ത് നിൽക്കില്ല. അപ്പോൾ ഉദ്ദേശിച്ച ഫലം കിട്ടില്ല. അത് ശരിയാണ്. പിന്നെ സ്വാഭാവികമായും സാധാരണ ലെൻസുകളേക്കാൾ ഇതിന് വില കുറച്ചു കൂടുതലാണ്. ഓക്കെ, അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കണം. അപ്പോൾ നമുക്കിതിനൊന്ന് ചുരുക്കി പറഞ്ഞാൽ, മയോകെയർ ലെൻസുകൾ കുട്ടികളിലെ മയോക്കിയ കൂടുന്നത് തടയാൻ ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടൊരു പുതിയ മാർഗം തന്നെയാണ്. അതെ. കണ്ണിന്റെ വശങ്ങളിലെ ഫോക്കസ് ശരിയാക്കി നീളം കൂടുന്നത് കുറയ്ക്കുന്നു, ചിലപ്പോൾ നീളം കുറയാനും സഹായിക്കുന്നു. കുട്ടികൾക്ക് ഉപയോഗിക്കാൻ എളുപ്പവുമാണ്. തീർച്ചയായും. ചില പരിമിതികൾ ഉണ്ടെങ്കിൽ പോലും നിലവിൽ ലഭ്യമായ തെളിവുകൾ വെച്ച് നോക്കുമ്പോൾ ഇത് വളരെ പ്രതീക്ഷ നൽകുന്ന ഒന്നാണ്. കാഴ്ച നന്നാക്കുക എന്നതിനൊപ്പം കുട്ടികളുടെ കണ്ണിന്റെ ദീർഘകാല ആരോഗ്യം സംരക്ഷിക്കാനുള്ള ഒരു പ്രധാന സ്റ്റെപ്പാണിത്. അതെ. അപ്പോൾ ഈ മയോപിയയെ നമ്മൾ വെറുമൊരു കാഴ്ച പ്രശ്നമായി മാത്രം കാണാതെ അതിനെ നിയന്ത്രിക്കാൻ കഴിയുന്ന ഒന്നായി കാണുമ്പോൾ ഒരു ചോദ്യം ബാക്കിയുണ്ട്, അല്ലേ? ഈ പുതിയ ലെൻസ് ടെക്നോളജികൾ, അതോടൊപ്പം ജീവിതശൈലിയിലുള്ള മാറ്റങ്ങൾ, അതായത് പുറത്ത് കളിക്കാൻ വിടുന്നത് പോലുള്ള കാര്യങ്ങൾ, പിന്നെ മറ്റ് ചികിത്സാരീതികളുമൊക്കെ ചേർന്ന് നമ്മുടെ കുട്ടികളുടെ കണ്ണിന്റെ ഭാവിയെ എങ്ങനെയായിരിക്കും മാറ്റാൻ പോകുന്നത്? ഇത് നിങ്ങൾ തീർച്ചയായും ആലോചിക്കേണ്ട ഒരു കാര്യമാണ്.